പൊന്നാനിയിൽ മീൻപിടുത്ത ബോട്ടിലിടിച്ച ചരക്ക് കപ്പലിൽ പോലീസ് പരിശോധന നടത്തി. കൊച്ചിയിലെത്തിച്ച കപ്പലിലെ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും നഷ്ടപരിഹാരം നൽകണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടു. പൊന്നാനിയിൽ 2 പേരുടെ മരണത്തിനിടയാക്കിയ കപ്പൽ കോസ്റ്റൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇന്നലെ കൊച്ചിയിലെത്തിച്ചിരുന്നു. കപ്പലിൽ കോസ്റ്റൽ പോലീസ് വിശദമായ പരിശോധന നടത്തി. ഫോറൻസിക് സംഘവും പരിശോധിച്ചു. ജീവനക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തി. കപ്പലിലെ വോയേജ് ഡാറ്റ റെക്കോർഡർ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്ന് കോസ്റ്റൽ പോലീസ് അറിയിച്ചു. വില്ലിംഗ്ടൺ ഐലൻഡിലെ ടെർമിനലിലാണ് കപ്പലുള്ളത്. അലക്ഷ്യമായി കപ്പൽ ഓടിച്ചതിനും ജീവഹാനി വരുത്തിയതിനുമാണ് ജീവനക്കാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അപകടത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും നഷ്ടപരിഹാരം നൽകണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. ആ കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ പരിക്ക് പറ്റിയ മറ്റു കുടുംബങ്ങളുണ്ട്. അവർക്കൊക്കെ തന്നെ ഗവൺമെന്റ് മതിയായ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട്. ലക്ഷദ്വീപിലേക്ക് ചരക്കുമായി പോകവെയാണ് സാഗർ യുവരാജ് എന്ന കപ്പൽ മത്സ്യബന്ധന ബോട്ടിലിടിച്ചത്. ഗഫൂർ, സലാം എന്നിവരാണ് മരിച്ചത്. 4 തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മലപ്പുറം ബ്യൂറോക്കൊപ്പം റിപ്പോർട്ടർ, കൊച്ചി.